ഒന്നിൽ സൂയിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ നാട് വിടുക, 2 ഓപ്ഷനേ ഉള്ളായിരുന്നു. അതിന് പോയി അറ്റംപ്റ്റ് നടന്നില്ല. ഫാമുണ്ട്, അടിപൊളി ഒരു ഫാമുണ്ട്. എത്ര പശുക്കളുണ്ട് ഇവിടെ? ഇതിപ്പോൾ 30 എണ്ണം. 30 പശു. പിന്നെ നാടൻ പശുവുണ്ട്, വേറെ ഫാമുണ്ട്, അവിടെ കുട്ടികൾ അവിടെ ഉണ്ട്. പിന്നെ പോത്തുണ്ട്, ഇത് മുറ എരുമയാണ്, ഇതൊക്കെ HF പശുവാണ്. പിന്നെ ഇതുണ്ട്, ജേഴ്സി ഉണ്ട്, അത് മാത്രം ജേഴ്സി, ബാക്കിയെല്ലാം HF ആണ്. പാല് കൂടുതൽ കിട്ടും. കാര്യം മാവ ഉഴുന്നല്ലേ അതിനകത്തുള്ളത്, അരിയും ഉഴുന്നുമാണല്ലോ. അത് പിന്നെ തീറ്റയിൽ കുറച്ച് ലാഭമുണ്ട്. തീറ്റയിൽ ലാഭമുണ്ട്. അതൊക്കെ ഇപ്പം ന്യൂ ജനറേഷൻപ്പെട്ട സാധനങ്ങളായി കാണുന്നതൊക്കെ. എനിക്ക് ഇൻറ്റൻസീവ് മംഗളയാണ് ഏറ്റവും നല്ലതായിട്ട് പെട്ടെന്ന് ഇതാ ഉണ്ടാകുന്നതും കൂടുതൽ. എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മളങ്ങനെ ചാലക്കുടിയിൽ വന്നിരിക്കുന്ന ഒരു കിടിലൻ കൃഷിയിടമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു കിടിലൻ കർഷകനെയും. ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രവാസിയാണ്. ഇവിടെ വിദേശത്ത് എത്ര കാലം ഉണ്ട്? 10 വർഷം മസ്കറ്റിലായിരുന്നു. ഇപ്പൊ 2004 പോയതാണ്. ഇപ്പോഴും ദുബായ് കണ്ടിന്യൂ ചെയ്യുന്നു. ബിസിനസ് ആണ് അവിടെ. അതിനിടയിൽ വന്നിട്ട് ഇവിടെ ഒരു കൂടുതൽ സമയം ഇവിടെ തന്നെ. ഇവിടെ എന്തേരം സ്ഥലമുണ്ട്? ഇത് 20 ഏക്കർ. 20 ഏക്കർ ഒരു ഫ്ലോട്ട് ഉണ്ട് ഇവിടെ. അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ. രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്, നേരെ എടുത്തിട്ട് വിട്ടോ, കാരണം ഇവിടുന്ന് 2 കിലോമീറ്റർ നടക്കാനുണ്ട്. നമ്മുടെ റോഡ് തന്നെ. അതെ, ആ 2 കിലോമീറ്റർ നമ്മൾ നടക്കുമ്പോൾ 2 സൈഡിലും കുറച്ച് ഞാൻ മൊത്തം പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു ഇത് കളയുന്നത് നമുക്ക് കാണാം. അതിന് മുമ്പ് നമുക്ക് ആളെ പരിചയപ്പെടാം. ഒന്ന് പരിചയപ്പെടുത്താം നമുക്ക്. എൻ്റെ പേര് പത്മകുമാർ. ശരിക്കുള്ള നാട് ആലപ്പുഴയാണ്, മാന്നാർ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 25 വർഷത്തോളമായി. ഇവിടെ ഒരു 20 ഏക്കറോളം സമ്മിശ്ര കൃഷിയാണ്. പിന്നെ നമ്മൾ ജൈവ കൃഷി മാത്രമാണ്. പിന്നെ ആട്, പശു, കോഴി, താറാവ്, അതുപോലെ മത്സ്യങ്ങൾ, പട്ടി എല്ലാം ഉണ്ട്. ജൈവ കൃഷിയാണ്. 10-20 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഫാം ടൂറിസമൊക്കെയാണ് മനസ്സിലെ പ്ലാന്. ഫ്യൂച്ചറിൽ അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രവാസ ജീവിതം ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ ഈ കൃഷിയിലേക്ക് നമ്മൾ മരുഭൂമി നിൽക്കുമ്പോൾ നമുക്ക് പച്ചപ്പിനോട് വലിയൊരു ഇതാണല്ലോ. അവിടെ ഈ മരുഭൂമിക്കകത്ത് പച്ചപ്പാക്കിയിട്ടുണ്ട് അവർ. എന്നാൽ പോലും നമ്മുടേതായിട്ടുള്ളത് നമ്മൾ ചെറുതലേ വളർന്നു നമ്മുടെ നാട്ടുപ്രദേശം അതൊക്കെ എപ്പോഴും മനസ്സിലുണ്ടല്ലോ. നാട് വിട്ടു പോകുന്നവർക്ക് അത് അറിയത്തുള്ളൂ. അവിടെ 57 ഡിഗ്രി ചൂട് നിൽക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൻ്റെ കുളിർമ അറിയുന്നത്. അപ്പം നമുക്ക് നാട്ടിൽ വേണം. പിന്നെ ഒരു ബിസിനസ് നടത്തി എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാളിഷായതാണ്. അപ്പം അതുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് പോകണ്ട, ഇങ്ങനെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പാഷനായിട്ട് എടുത്തു. പിന്നെ മൃഗങ്ങളോടൊക്കെ വലിയ സ്നേഹമാണ്. അപ്പോൾ അതുകൊണ്ട് തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കുറച്ച് തൊഴിലാവും. പിന്നെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം. നമുക്കിവിടെ കൃഷിയിൽ നമുക്ക് അപ്പം അതൊന്നും പുറത്ത് കൊടുക്കാനില്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ വേറെ സ്ഥലമുണ്ട്, അവിടെ നെൽകൃഷിയുണ്ട്. അവിടെ നമ്മൾ നാടൻ ഇതൊക്കെ എടുത്തിട്ടാണ് കഴിക്കുന്നത്. നെല്ലുകുത്തി ആ ഒരു തവിടോടുകൂടി ആണ്. തവിടിൻ്റെ എണ്ണ എടുത്തിട്ട് റാണോയിലെന്നും പറഞ്ഞ് പുറത്തെടുത്തിട്ട് അത് ആൾക്കാർ കാശ് കൊടുത്ത് മേടിക്കും. ഈ തവിട് കളഞ്ഞ് വെള്ളയരി മതി എല്ലാവർക്കും. എൻ്റെ വീട്ടിൽ അതുതന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ ഇപ്പം ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വിഷമില്ലാത്ത പച്ചക്കറിയും ഭക്ഷണവും കഴിക്കാമെന്നൊക്കെ ഒരു ആഗ്രഹം വരുന്ന തലമുറയ്ക്കെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ആലപ്പുഴയാണ് ജനിച്ചത്, മാന്നാർ കുട്ടമ്പേര് എന്ന് പറയും. ഇവിടെ വന്നിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ 25 വർഷമായി. അതായത് പ്രവാസ ജീവിതം തുടങ്ങി ആ സമയത്ത് തന്നെ? അല്ല, മസ്കലിലുള്ള സമയത്ത് 10 വർഷം മസ്കലിലായിരുന്നു. അതിനുശേഷമാണ് നാട്ടിൽ വന്നിട്ട് ബിസിനസ് തുടങ്ങുന്നത്. അതൊരു 7 വർഷം നടത്തി. ബജാജ്, മാരുതി സർവീസ് സ്റ്റേഷന്, ഭാരതോട്ടോള് ഓയില്, ഫർണിച്ചർ കട എല്ലാം കൂടെ ഒരു 6-7 വർഷം നടത്തി. എല്ലാം ഗോവിന്ദയായി പോയി, ഘട്ടപൂജയായി. മാന്നാർ ആലപ്പുഴ. ഒന്നിൽ സൂയിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ നാട് വിടുക, 2 ഓപ്ഷനേ ഉള്ളായിരുന്നു. അതിന് പോയി അറ്റംപ്റ്റ് നടന്നില്ല. അത് നോക്കിയതാണ്. ട്രെയിനിൻ്റെ മുമ്പിൽ പോയി. പക്ഷേ അത് ആയുസ് കണക്കുന്നോട് തിരിച്ചു പോകുന്നു. അങ്ങനെ അങ്കമാലി ട്രാജഡി ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് പേരിട്ടേക്കുന്നത് മീരാസ് മിറാക്കിൾ ഫാം. മീരാസ് എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ പേര് മീനാക്ഷി അമ്മ, അച്ഛൻ്റെ പേര് രാമകുറുപ്പ്. അതുകൊണ്ട് മീരാസ് മിറാക്കിൾ, എൻ്റെ ജീവിതം ഒരു മിറാക്കിൾ. അതാണ് മീരാസ് മിറാക്കിൾ ഫാം. ചാലക്കുടിയുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒരു ഗ്രാമാന്തരീക്ഷത്തിലാണ് പത്മകുമാർ എന്ന കർഷകന്റെ കൊച്ചു ഫാം ഉള്ളത്. പപ്പേട്ടനെ കർഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നതിലും നല്ലത് ഒരു പ്രവാസി എന്ന് വിശേഷിപ്പിക്കുന്നതാവാം. കാരണം കേരളത്തിൻ്റെ പച്ചപ്പിൽ ജീവിക്കുന്നതിലും കൂടുതൽ അദ്ദേഹം ചെലപ്പെട്ടത് അറബ് നാടുകളിലെ മരുഭൂമിയിലാണ്. എന്നാലും കുട്ടനാടൻ പാടശേഖരങ്ങളും കൊയ്ത്തുത്സവങ്ങളും ഒക്കെ കണ്ടു വളർന്ന പപ്പേട്ടന് തൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം ആഘോഷിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചാലക്കുടിയിലെ ഈ 20 ഏക്കറുമാണ്. ഏതാണ്ട് ഒരു 2 കിലോമീറ്ററോളം ഈ കൃഷിയിടത്തിലൂടെ സഞ്ചരിക്കാനുണ്ട്. അതിൻ്റെ തുടക്കം തന്നെ ഐശ്വര്യമായി കാണപ്പെടുന്ന ഈ കാലിത്തൊഴുത്ത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സെക്കൻഡ് ലൈഫ് തുടങ്ങുന്നത് ഇവിടുന്നാണ്. രണ്ടാം ജീവിതം ആരംഭിക്കുന്നത് ഇവിടുന്നെല്ലാം കഴിഞ്ഞിട്ട് ദുബൈയിൽ ആദ്യമായിട്ട് വിസിറ്റിംഗ് സ്റ്റേ പോയി. അവിടുന്ന് ഒരു 2 വർഷം കമ്പനി ജോലി ചെയ്തു. കോട്ടയത്തുള്ള ജോസഫ് എന്ന് പറഞ്ഞ എൻ്റെ കമ്പനി ജോലി ചെയ്തു, ലിമിറ്റിംഗ് ഫെയർ. അവിടുന്ന് പിന്നെ പാലസിലെ ഒരു ആലപ്പുഴക്കാരൻ റോയി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് നമ്മുടെ കഥ കേട്ടപ്പം എന്തോ ഒരു സന്തോഷം തോന്നി. അങ്ങനെ പുള്ളി അവിടുത്തെ വർക്ക് തന്നു തുടങ്ങി. അങ്ങനെയാണ് ഒന്നേന്ന് തുടങ്ങി, സ്വന്തമായിട്ട് തുടങ്ങി. പുറത്തുനിന്ന് ആൾക്കാരെ അവിടുത്തെ പാലസിലെ വർക്ക് തന്നെ കിട്ടി. അവിടുത്തെ ഷേഖ് ഹംദാന, അടുത്ത ക്രൗൺ പ്രിൻസ്, ഇപ്പോഴത്തെ ക്രൗൺ പ്രിൻസ്.
അദ്ദേഹത്തിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആൾക്കാരൊക്കെ കുറഞ്ഞു, ഇപ്പം വർക്ക് കുറവാണ്. എന്നാലും മക്കളുണ്ട്, ഇപ്പോഴുണ്ട്, അവരാണ് നോക്കുന്നത്. കാര്യങ്ങൾ കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് പോകുന്നു. ആ സമയത്ത് നല്ല രീതിയിൽ 1-2 വർഷം ഓടിയപ്പോഴാണ് ഇതൊക്കെ മേടിച്ചത്. കുറേ കടമുണ്ട്, അതൊക്കെ വെട്ടി ഇപ്പോഴ് ഇതൊക്കെ ആക്കി. വീണ്ടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അല്ലേ? എന്തായാലും ഞാനിവിടെ വന്ന് പരിചയപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്രയും ഒരു എന്താ പറയുക, ഇത്ര വലിയൊരു സ്റ്റോറി ഒന്നും എന്നോട് പറഞ്ഞില്ല. ഇതിപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് അല്ലെ അതിനിടയിൽ ഒരു സ്റ്റോറി, ഒരു ഉപകഥയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇനി ഒരുപാട് അറിയേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു യാത്ര തുടങ്ങി കഴിഞ്ഞാൽ ഒരു ദിവസം കണ്ടു തീരാനുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കൃഷി വിളകളൊക്കെ കാണാൻ വേണ്ടി ഒരു ഫാമുണ്ട്, അടിപൊളി ഒരു ഫാമുണ്ട്. എത്ര പശുക്കളുണ്ട് ഇവിടെ? ഇതിപ്പോൾ 30 പശു. പിന്നെ നാടൻ പശുവുണ്ട്, വേറെ ഫാമുണ്ട്, അവിടെ കുട്ടികൾ അവിടെ ഉണ്ട്. പിന്നെ പോത്തുണ്ട്, ഇത് മുറ എരുമയാണ്, ഇതൊക്കെ HF പശുവാണ്. പിന്നെ ഇതുണ്ട്, ജേഴ്സി ഉണ്ട്, അത് മാത്രം ജേഴ്സി, ബാക്കിയെല്ലാം HF ആണ്. ഈ ക്ഷീരകൃഷിയിലേക്ക് വരാനുള്ള കാരണം എന്താ? അത് ഞാൻ ആദ്യം ശരിക്കും കുട്ടികളെയാണ് മേടിച്ചത്. ഇവിടെ വളത്തിൻ്റെ ആവശ്യമുണ്ട്, നമുക്ക് ജൈവ കൃഷി വേണമെന്നൊരു ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. രാസവളത്തിനോട് നമ്മൾ എതിരാണ്. അപ്പം ജൈവ കൃഷി വേണമെന്നുള്ളപ്പം ചാണകം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് നാടൻ പശുക്കളെ എടുത്തത് ആദ്യം. നാടൻ പശുക്കളെ എടുത്തപ്പോൾ ഇതിൻ്റെ ചിലവ് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് തന്നെ പറ്റുന്നില്ല. കാര്യം 2 ലിറ്റർ 1 ലിറ്റർ പാലൊക്കെ അതിന് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് നഷ്ടമാണ്. പക്ഷെ നല്ല ചാണകം കിട്ടണമെങ്കിൽ നാടൻ പശുവിൻ്റെ തന്നെ വേണം. അപ്പോൾ പാലൂടെ കിട്ടിയെങ്കിൽ ഇവരുടെ ഇത്തരം ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനു വേണ്ടിയാണ് പിന്നെ ഇങ്ങനത്തെ പാൽ കൂടുതലുള്ള പശുക്കളെ എടുത്തു തുടങ്ങിയത്. അങ്ങനെയാണ് HFും ജേഴ്സിയൊക്കെ വന്നത്. പിന്നെ മുറ എരുമ. ഇപ്പം ഒരു 10-200 ലിറ്റർ രാവിലെയും 100-125 ലിറ്റർ വൈകിട്ടും കിട്ടും. വലിയ കുഴപ്പമില്ലാതെ, വലിയ ലാഭമൊന്നും ഇല്ലാത്തല്ലെങ്കിൽ നഷ്ടമില്ലാതെ പോകുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ ക്ഷീരകൃഷി എങ്ങനെയുണ്ട് പൊതുവിൽ? സ്വന്തമായിട്ട് ചെയ്താൽ ക്ഷീരകൃഷിക്ക് ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. പുല്ലുണ്ടാവണം, അയച്ചുകെട്ടാൻ സ്ഥലം ഉണ്ടാവണം, നമ്മൾ തന്നെ നോക്കി നടത്തണം. നമ്മൾ എല്ലാത്തിനും ജോലിക്കാരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നഷ്ടമെന്ന് പറയുന്നത്. പിന്നെ സൊസൈറ്റി പാൽ കൊടുത്തിരുന്ന ഒരു കാര്യമില്ല. വല്ലപ്പോഴും ഇതുപോലെ അവാർഡ് തരും, ഷാൾ ഇടിക്കും, പിന്നെ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാം തരും, അത് മാത്രമേ ഉള്ളൂ. അതും എല്ലാം നാമമാത്ര കർഷകർക്കേ ഉള്ളൂ. ഇത് ഇത്രയും സ്ഥലം കൂടുതലുള്ളതുകൊണ്ട് നമ്മളൊക്കെ ഭൂഷാലിഷ്ടപ്പെട്ടതാണ്. അവർ പ്രത്യേകിച്ച് ഗൾഫുകാരനാണ്. അപ്പം നമുക്ക് ആ സർക്കാർ ആനുകൂല്യം തരില്ല. അവരെല്ലാം നാമമാത്ര കർഷകർക്കേ കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നത് എവിടെ ചെന്നാലും. അപ്പം 4.5 ഏക്കർ 5 ഏക്കർ താഴെ വരണം. 5 ഏക്കർ സ്ഥലം കൊണ്ട് പുല്ലുപോലും ഇടാൻ പറ്റത്തില്ല. അപ്പോൾ സർക്കാർ ശരിക്കും അർഹതപ്പെട്ടവർക്കല്ലേ കൂടുതലും കൊടുക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നിയമം അങ്ങനെ ആയിപ്പോയില്ലേ. അപ്പോൾ നമ്മൾ ഇത് പുറത്ത് കൊടുത്താൽ നമുക്ക് ശരിക്കും 1 ലിറ്റർ പാലിൽ നിന്ന് 100 രൂപ വരെ ഉണ്ടാക്കാം. പാലായി, നെയ്യായി, മോരായി അങ്ങനെ കൊടുത്താൽ അത് ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കണം. ഇപ്പം നമ്മൾ കിട്ടുന്ന പാൽ അങ്ങനെ സൊസൈറ്റി കൊടുക്കുകയാണ്. അവർ 60 രൂപയ്ക്ക് വിൽക്കും, നമുക്ക് 40 രൂപ 42 രൂപ തരും. എന്നാലും കടം പോകത്തില്ല. പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീടുകളിലേക്ക് കൊടുത്ത് കുറച്ചൊക്കെ കൊടുക്കും, അത്യാവശ്യക്കാർക്ക് മാത്രം കൊടുക്കും. ബാക്കിയെല്ലാം നമ്മൾ സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ക്ഷീരകൃഷി ലാഭമാണ് അല്ലേ? സ്വന്തമായിട്ട് നടത്തണം. നമ്മൾ തന്നെ നോക്കി 1-2 ആളിനെ വെച്ചിട്ട് ബാക്കി നമ്മൾ തന്നെ നടത്തണം. നമ്മൾ ഈ പശുക്കളെയൊക്കെ ഇവിടുന്ന് വാങ്ങി? ഇത് നമ്മളിവിടെ എൻ്റെ മരുമകൻ ആദ്യം നമ്മൾ തമിഴ്നാട്ടിൽ പോയി കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഈ തൈലേറിയ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അത് എല്ലാ പശുക്കൾക്കും ഉണ്ട്. അതിൻ്റെ ഇത് കൂടിക്കഴിഞ്ഞാൽ, പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ, ഒത്തിരി ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ നമ്മൾ അങ്ങനെ ആക്കാതെ തമിഴ്നാട്ടിൽ നേരത്തെ കൊണ്ടുവന്നിട്ട് നാട്ടിലുള്ള നാടൻ പശുക്കളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് അത് ചേർന്ന് പോകും. കാര്യം ഇതുങ്ങൾക്ക് എപ്പോഴും നല്ല തണുപ്പാണ് വേണ്ടത്. ഇതൊക്കെ അവിടെയൊക്കെ വളർന്നതായതുകൊണ്ട് അതിനെപ്പോഴും തണുപ്പ് വേണം. നമ്മൾ എല്ലായിടത്തും ഫാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല ചൂട് വരുമ്പോൾ നമ്മൾ 2 നേരം കുളിപ്പിക്കും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. കുട്ടികളെ നമ്മളിവിടെ വളർത്തുവാണോ? പെൺകുട്ടികളെ നമ്മൾ കൊടുക്കത്തില്ല. ഇവിടെ വേറെ വളർത്തിയിട്ട് വേറെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് അതിനെ കുത്തി വെക്കാറാകുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ കുട്ടിയാണിത്. ഇത് മുറ എരുമ. പാലൊരു 7 ലിറ്റർ ഒക്കെ രാവിലെ കിട്ടും, 3 ലിറ്ററൊക്കെ വൈകിട്ട് കിട്ടും. എത്ര എരുമയുണ്ട്? 2 എണ്ണോ? ഇത് 2 എണ്ണം. ഒന്നുണ്ടായിരുന്നു, കൊടുത്തു. ഇതിൻ്റെ കുട്ടിയാണിത്. ഇതിപ്പം ഒരു 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കാറായതാ ഇത്. നമുക്ക് ഇതിൻ്റെ ഒരു തീറ്റക്രമം കൂടെ പറയാം. ഇത് കൂടുതലും പുല്ലാണ്. നമ്മളൊരു 5 ഏക്കർ സ്ഥലത്തോളം നമ്മൾ ഈ പുല്ലിട്ടിട്ടുണ്ട്. അത് നേഫിയറുണ്ട്, 04 ഉണ്ട്, 5 ഉണ്ട്. പിന്നെ നാടൻ പുല്ലുകൾ വേറെ ഇട്ടിട്ടുണ്ട്. പിന്നെ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഓസ്ട്രേലിയൻ്റെ ഒരു സൈസ് പുല്ലുണ്ട്. അത് നല്ല രീതിയിൽ ആടും കഴിക്കും, ഇതും കഴിക്കും. പിന്നെ ചോളം, പരുത്തിപ്പിണ്ണാക്ക്, തമിഴ്നാട്ടിൽ നിന്ന് ഈ ഡയറക്റ്റ് നമ്മളെടുക്കുന്ന തീറ്റകളുണ്ട്. അതായത് ധാന്യപ്പൊടികൾ, അത് കൊടുക്കുന്നുണ്ട്. പിന്നെ പോത്തിനും മറ്റേ എരുമയ്ക്കൊക്കെ പുളിയരി വേവിച്ച് കൊടുക്കും. അതിൻ്റെയൊക്കെ ഉപരിയായിട്ട് എനിക്ക് അടുത്തൊരു ബേക്കറിയിൽ നിന്ന് കുറച്ച് ഡെയിലി ഒരു വണ്ടി അതിൻ്റെ ബ്രെഡ്, ചപ്പാത്തി, മാവൊക്കെ കിട്ടും. അതിൽ നല്ല സാധനം മാത്രം എടുത്ത് നല്ല വേവിച്ചിട്ട് അത് കാണിക്കാം. വേവിച്ചിട്ട് അത് നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. അത് കൂടുതൽ കൊടുക്കാൻ പാടില്ല. കാര്യം ഗ്യാസ്, ബ്രെഡൊന്നും അങ്ങനെ കൊടുക്കരുത്. കൊടുത്തതിന് ഗ്യാസ് ഫോം ചെയ്യും. അപ്പോൾ അതങ്ങനെ കൊടുക്കില്ല. നമ്മൾ കുറച്ചിട്ട് ചപ്പാത്തി, ഈ മാവ്, അതാണ് നമുക്ക് കൂടുതലുള്ളത്. ദോശമാവൊക്കെ ഡേറ്റ് കഴിയാറായത്. ചിലപ്പം മീൻസ് നാളെ കൂടെ ഉണ്ടാവും ഡേറ്റ്, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് കൊണ്ട് തീരുന്നതായിരിക്കും അത് റിട്ടേൺ എടുക്കുന്നത്. അത് മൊത്തം നമ്മൾ എടുക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഗുണവും വല്ലതും ഉണ്ടോ? പാല് കൂടുതൽ കിട്ടും. കാര്യം മാവ് ഉഴുന്നല്ലേ അതിനകത്തുള്ളത്, അരിയും ഉഴുന്നുമാണല്ലോ. അത് പിന്നെ തീറ്റയിൽ കുറച്ച് ലാഭമുണ്ട്. തീറ്റ ലാഭമുണ്ട്. അത് വെച്ച് കൊടുക്കുന്നുണ്ട്.
പിന്നെ വൈക്കോലുണ്ട്, നമുക്ക് കൃഷി സ്വന്തമായിട്ടുണ്ട്, അല്ലാതെ നമ്മൾ വൈക്കോൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വൈകുന്നേരം എന്തായാലും നമ്മൾ ഒരു നേരം കുറച്ച് വൈക്കോൽ കൊടുക്കും. കാര്യം ചാണകം ഒന്ന് മുറിയിപ്പാൻ വൈക്കോൽ നല്ലതാണ്, ദഹനത്തിന് നല്ലതാണ്. വൈക്കോൽ കൊടുക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. ഈ വലിയ കാലിത്തൊഴുത്ത് പിന്നിട്ട് മുൻപോട്ട് നടക്കുമ്പോൾ അതിനടുത്തായി തന്നെ മറ്റൊരു ചെറിയ കാലിത്തൊഴുത്ത് കാണാം. അവിടെയാണ് നാടൻ പശുക്കളും HF കിടാരികളും പോത്തുകുട്ടന്മാരും ഒക്കെയുള്ളത്. ഒപ്പം 2 കുതിരകളും. ഒരു 8 മണി കഴിഞ്ഞാൽ കുതിരകളുടെ സ്ഥാനം ഈ തൊഴുത്തിലല്ല. അവർക്ക് ഈ ഫാമിലൂടെ സ്വൈര്യവിഹാരം നടത്താം. അതുപോലെ തന്നെ പോത്തുകുട്ടന്മാർക്ക് ക്രീഡാ വിനോദത്തിനായി ഇവിടെ ഒരു കുളവുമുണ്ട്. നിറയെ താമരകൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കുളം. അവരുടെ നീരാട്ട് ഏതാണ്ട് ഉച്ചവരെ അങ്ങ് നീളും. ഈ കുളത്തിനടുത്തായി തന്നെയാണ് പപ്പേട്ടൻ്റെ മീൻ കൃഷി. പണ്ട് തിലോപ്പിയയും പിരാനയും കട്ലയും ഒക്കെ അരങ്ങ് വാണിരുന്ന കുളം ഇന്നാണെങ്കിൽ ഇത് സുന്ദരന്മാരായ കാർപ്പുകളുടെ ഭവനമായി മാറിയിരിക്കുന്നു. മെയിൻ റോഡിനോട് ചേർന്നുള്ള വലിയൊരു കനാലിൽ നിന്നുള്ള ജലമാണ് ഈ കുളത്തിലേക്ക് എത്തുന്നത്. മേളിൽ കനാൽ പോകുന്നുണ്ടല്ലോ, ആ കനാലിൽ നിന്നുള്ള ഫ്രഷ് വാട്ടർ ആണ് അതിൽ കൂടെ ഇവിടെ വരും. അപ്പോൾ എപ്പോഴും ഇതിനകത്ത് നല്ല ഫ്രഷ് വാട്ടറാണ്. എന്നിട്ട് നമ്മളിത് മോട്ടർ അടിച്ചിട്ടാണ് പുല്ല് നനയ്ക്കാനൊക്കെ ഇവിടുന്ന് വെള്ളം എടുക്കും. അപ്പം ഇതിനകത്ത് എയറേറ്റർ വെക്കേണ്ട കാര്യമൊന്നുമില്ല, നാച്ചുറൽ പോണ്ടാണ്, നല്ല വെള്ളമുണ്ട്. മീൻ കൃഷി അല്ലേ? അത് മീൻ കൃഷിയാണ്. ഈ കാർപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ? ഇതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഓർണമെന്റൽ ഫിഷ് ആണല്ലോ. മറ്റേ തെലോപ്പിയ അങ്ങനെയൊക്കെ ഉള്ളതാണ് മറ്റ് കുളങ്ങളിലും തോടിലും ഉള്ളത്. ഇതിപ്പോൾ എത്ര എണ്ണം ഉണ്ട് ഇതിനകത്ത്? ഇത് 350 എണ്ണം ഇട്ടതാണ്. ആണോ? ബ്രീഡാവുന്നുണ്ട് കുറച്ച്. അതൊക്കെ വേറെ മീനൊന്നും ഇല്ല. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നതിനകത്ത് മറ്റ് തിലോപ്പിയ, നമ്മുടെ നാടൻ ഓ നമ്മുടെ കിളികളുടെ അതൊന്നും കുഴപ്പമില്ല, എല്ലാം വലുതാണല്ലോ. മീൻകുളത്തിനടുത്ത് നിന്ന് മുൻപോട്ട് നടന്നു കഴിഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുന്ന കോഴിക്കൂടുകൾ കാണാം. ഇവിടമെല്ലാം അടുത്ത കൃഷി ഇറക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. അതിനിടയിലായി കുസൃതിക്കുട്ടന്മാരായ നായക്കുട്ടന്മാർക്ക് താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പിന്നെയുള്ളത് ഉയർത്തിപ്പണിതിരിക്കുന്ന ഈ ആട്ടിൻകൂടാണ്. ആടുകളുടെ മേൽനോട്ടക്കാരിയായി ഈ ചേച്ചി. ഇവിടെ എത്തിയപ്പോൾ പപ്പേട്ടനോട് വലിയ ബഹുമാനം തോന്നിയ ഒരു സംഭവം കാണാനിടയായി. ഏതാണ്ട് 10-20 തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. മലയാളികളടക്കം പല ഭാഷകൾ സംസാരിക്കുന്നവർ. അവരെ കൃഷിയിടം നോക്കാനായി ഏൽപ്പിച്ചിരിക്കുന്നതിന് പപ്പേട്ടൻ്റെതായ ചില രീതികളുണ്ട്. എന്തായാലും കൃഷിയിടത്തിലൂടെ നടക്കുമ്പോൾ ആ സംഭവം വിവരിക്കുന്നതാവും നല്ലത്. ഇപ്പോൾ നമുക്ക് ആട് ഫാം കാണാം. ആട്ടിൻകൂട്ട് ഇതാണ്. മലബാറി ക്രോസാണ് കൂടുതലും. ബീറ്റലുണ്ട്. പിന്നെ ഇതൊക്കെ ഇപ്പം ന്യൂ ജനറേഷൻപ്പെട്ട സാധനങ്ങളായി കാണുന്നതൊക്കെ. നമ്മൾ പാലൊട്ടും എടുക്കുന്നില്ല, കുട്ടികൾക്ക് തന്നെയാണ് പാൽ കൊടുക്കുന്നത്. അഥവാ പാല് തികയാതെ വരികയാണെങ്കിൽ പശുവും പാല് മഞ്ഞപ്പൊടി ഇട്ട് കാച്ചി അതും കൊടുക്കുന്നു. ഒരു തുള്ളി പാൽ പോലും നമ്മൾ കറന്നെടുക്കുന്നില്ല, എല്ലാം കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കും. അതുകൊണ്ട് കുട്ടികൾ നല്ല ഗ്രോത്തായിരിക്കും. ഒരു 4 മാസം 5 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുട്ടികളെ കൊടുത്താലും കൊണ്ടുപോകുന്നവർക്ക് പെട്ടെന്ന് വലുതായി വരും. അത് കാര്യം പാല് നല്ല ചെല്ലുന്നുണ്ടല്ലോ. സാധാരണ ആൾക്കാർ പാലിന് വിലയുണ്ട്, 140 രൂപ 150 രൂപയൊക്കെ ഉണ്ട് ഇവിടെ വില. അപ്പോൾ പാല് കറന്നെടുക്കും. നമ്മളത് കൊടുക്കുന്നില്ല, എല്ലാം കുട്ടികൾക്ക് തന്നെ കൊടുക്കും. അത് നല്ല ഹെൽത്തി കുട്ടികളാണ് എല്ലാം ഉള്ളത്. എത്ര ആടുകളുണ്ട്? 100-300 ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കൊടുത്തു. നമുക്ക് വേറൊരു ഫാമുണ്ട്, അവിടെയും കുറച്ച് കൊണ്ടുപോകും. അവിടെ ഒരു ഫാമിലി ഇപ്പോൾ വന്നപ്പോൾ അവിടെയും കുറച്ച് കൊണ്ടുപോയി. അവിടെയും പുല്ലൊക്കെ ഉണ്ടേ. ഇവിടെയൊക്കെ കൂടുതലൊക്കെ തിങ്ങിപ്പോയായിരുന്നു. ഇപ്പോൾ ആട് നല്ല സെയിലുണ്ട്. മറ്റേ ഇടക്കാലത്ത് ആടിന് അത്ര സെയിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ ആടിന് നല്ലപോലെ വിറ്റ് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് മുട്ടന്മാരൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. മുട്ടനും പേടയും എല്ലാം പോകുന്നുണ്ട്. കൊണ്ടുപോയത് തന്നെ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. കാര്യം സാധാരണ ആടിനെ പാലെടുത്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് ആരോഗ്യം കാണില്ലല്ലോ. ഇത് ഇവിടുന്ന് കൊണ്ടുവന്ന ആട് പെട്ടെന്ന് മാറി നിന്ന് തീറ്റ കഴിക്കുമ്പോഴേ പെട്ടെന്ന് ഗ്രോത്ത് ആവുന്നുണ്ട്. ക്ഷാമകാലമായതിനാൽ കോളനി വിഭജനം നടത്തുന്ന തൊഴിലാളികളെയാണ് അടുത്തതായി കണ്ടത്. അവർ തേനീച്ച കൂടുകൾ വൃത്തിയാക്കി അടുത്ത കൂടുകൾ സജ്ജമാക്കുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു 10-30 തേനീച്ച പെട്ടികൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഒരു സീസൺ കഴിഞ്ഞു. മഴ സമയത്ത് തേന് എല്ലാം കുറവാണല്ലോ, തേനീച്ചയൊക്കെ പോകും. രണ്ടാമത് അല്ല നമ്മൾ പഞ്ചസാരയൊക്കെ ഇലക്കി വെച്ച് അങ്ങനെ അത് നോക്കണം. അപ്പോൾ അതിന് നോക്കാത്തതുകൊണ്ട് വീണ്ടും പെട്ടി കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഈച്ചയെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ തേൻ എടുക്കാറായിട്ടില്ല. എങ്ങനെയായാലും ഒരാഴ്ചയോടൊക്കെ കഴിയണം അല്ലേ. ഇപ്പോൾ സൂപ്പറൊക്കെ വെക്കുകയാണ്. ഇവർ രണ്ടുമാണ് ഇത് നോക്കുന്നത്. വിൽസൺഭായ്, ഇത് അബി, ഇവരാണ് ഇന്നത്തെ തേനീച്ചയുടെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട്. എല്ലാ പണിയും ഉണ്ട് കൂട്ടത്തിൽ. മെയിനായിട്ട് അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാര്യം എല്ലാവർക്കും അടുക്കാൻ പറ്റത്തില്ല, പേടിയാണ്. സാധനം നല്ല കുത്തു കൊടുക്കുവേ. ഇവരൊക്കെ പിന്നെ കുത്തുകൊണ്ട് വിൽസൺഭായ്ക്ക് തൊലിക്ക് കെട്ടിയുള്ളതുകൊണ്ട് കൊത്തിയാലും അറിയത്തില്ല. ഇനിയുള്ള നടത്തം നേരെ കൃഷിയിടത്തിലേക്കാണ്. കൃഷിയിടത്തിൻ്റെ ഒരു പ്രധാന ഭംഗി
ഉയർത്തിപ്പണിതിരിക്കുന്ന വഴിക്ക് ഇരുവശവുമായി മതിച്ചൊഴുകുന്ന ഈ അരുവി തന്നെയാണ്. ഇവയിൽ നിന്നുള്ള ജലത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തെ കൃഷി പ്രധാനമായും മുൻപോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിയിടത്തിൽ പലയിടങ്ങളിലായി നിരവധി കുളങ്ങളും കാണാം. അവയിലെല്ലാം തന്നെ മത്സ്യകൃഷിയുമുണ്ട്. കുളങ്ങളുടെ കരയിൽ പലതരത്തിലുള്ള പഴച്ചെടികളും വിയറ്റ്നാം പ്ലാവും ഒക്കെ ഈ കർഷകൻ കൃഷി ചെയ്യുന്നു. എന്നാൽ ഇവിടുത്തെ ഒരു പ്രധാന വിള നാളികേരം തന്നെയാണ്. കുള്ളൻ തെങ്ങുകളും നാടൻ ഇനങ്ങളുമൊക്കെയായി നിരവധി തെങ്ങിനങ്ങൾ ഇവിടെ കാണാം. ഈ തെങ്ങിൻ തോപ്പിലൂടെയുള്ള നടത്തത്തിനിടയിൽ പറഞ്ഞു നിർത്തിയ കഥയുടെ ബാക്കി പറയാം. ഓരോ വിളകളുടെയും പരിപാലനത്തിനായി പല തൊഴിലാളികളെ പപ്പേട്ടൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. മൃഗപരിപാലനം ഒരു കൂട്ടർക്ക്, മത്സ്യകൃഷി മറ്റൊരുവർക്ക്, കൃഷിവിളകൾ വേറൊരു കൂട്ടർക്ക്. അങ്ങനെ അങ്ങ് പോവും ഈ രീതികളൊക്കെ. അതുകൂടാതെ യന്ത്രവൽകൃത കൃഷികൾക്കും ഈ കർഷകൻ പ്രാധാന്യം നൽകുന്നുണ്ട്. ഡ്രില്ലറുകൾ, ട്രാക്ടറുകൾ, വുഡ് ചിപ്പിംഗ് മെഷീൻ, അങ്ങനെയെല്ലാം ഇവിടെയുണ്ട്. അവയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് ആ മേഖലയിൽ പ്രാവീണ്യം നേടിയ തൊഴിലാളികളും. ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ചാണ് തൊഴിലാളികൾക്ക് ജോലികൾ പപ്പേട്ടൻ വീതിച്ചു നൽകിയിരിക്കുന്നത്. ഇനി ഇദ്ദേഹത്തോട് ബഹുമാനം തോന്നിയ കാര്യം പറയാം. തൊഴിലാളികൾക്കെല്ലാം പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ. അവർക്കെല്ലാം താമസിക്കുവാനായി നല്ല താമസ സൗകര്യങ്ങളും. അവരെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതൊക്കെ അവരുടെ സ്വന്തം കൃഷിയിടം പോലെയാണ് അവർ നോക്കി നടത്തുന്നത്. അടിമപ്പണിയോ ആജ്ഞകളോ ഒന്നും പപ്പേട്ടൻ എന്ന കർഷകന്റെ അടുക്കൽ നിന്ന് ഉണ്ടാവില്ല. പൂർണ്ണ സ്വാതന്ത്ര്യം, പൂർണ്ണ ബഹുമാനം, അത് ഈ മനുഷ്യന്റെ പ്രവർത്തികളിലെല്ലാം കാണാം. ഒരുപക്ഷെ മരുഭൂമിയിലെ പ്രവാസ ജീവിതം നൽകിയ അനുഭവങ്ങളാവാം അദ്ദേഹത്തെ ഇങ്ങനെ ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ച കാരണങ്ങളും. പക്ഷേ ഈ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യുന്നവരുമുണ്ട്. അതിന്റെ വലിയ ഉദാഹരണം ഈ തെങ്ങിൻ തോപ്പിൽ തന്നെ കാണാം. ഒരു വിദ്വാൻ കുറ്റ്യാടി തെങ്ങിൻ തൈകളുടെ പേരിൽ നടത്തിയ തട്ടിപ്പിന്റെ ശേഷിപ്പുകൾ. കൃഷിവിളകളോടുള്ള അതിയായ താല്പര്യം, പഠിക്കാനുള്ള ജിജ്ഞാസ, ഇതുകൊണ്ടൊക്കെ കാർഷിക മേഖലയിലെ എല്ലാ സംരംഭങ്ങളെക്കുറിച്ചും യന്ത്രവൽകൃത രീതികളെക്കുറിച്ചുമൊക്കെ പപ്പേട്ടൻ കാര്യമായി പഠിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക നഴ്സറികളും കാർഷിക എക്സ്പോകളുമൊക്കെ ഈ കർഷകൻ സന്ദർശിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ തെങ്ങിൻ തോപ്പിൽ എത്തിച്ചതാണ് ഈ കാണുന്ന കെണികളും. ഇത് തെങ്ങിനാണ് ഇപ്പോൾ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. കൊമ്പൻചെല്ലി, ചെമ്പൻചെല്ലി, ഇത് രണ്ട് സാധനങ്ങളുണ്ട്. അതാണ് ഈ തെങ്ങ് മൊത്തം നശിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ പിടിക്കാനുള്ള ഒരു കെണിയാണിത്. ഇതിൻ്റെ പ്രവർത്തനം ഇതിന് ഒരു സ്മെല്ല് ഉള്ളപ്പോൾ ഇത് ഇങ്ങനെ ആകർഷിക്കും. അതിവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് താഴെ വെള്ളമുണ്ട്, അതിലേക്ക് ഇത് വീഴും. അതിന് പോയിസണുണ്ട്, അതെല്ലാവരും ഇതിന് വരുന്നതാണ്. അപ്പോൾ അത് ഒരു വന്ന് കഴിയുമ്പോൾ പിന്നെ എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് വെള്ളം ഇട്ടേക്കുന്നത്. ആ വെള്ളത്തിൽ കിടന്ന് ചത്തു പോകുമ്പോൾ എടുത്ത് കളയുക. പക്ഷെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് അതിലത്തുള്ള മൊത്തം ഇവിടെ വന്ന് വീഴും. സ്മെല്ല് ദൂരെ നിന്ന് വരെ വരും. 1 കിലോമീറ്റർ ദൂരെയൊക്കെ വരുമെന്നാണ് പറയുന്നത്. 1 ഏക്കറിലേക്ക് ഒരെണ്ണം വെച്ചാൽ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ 20 ഏക്കർ നമ്മൾ 20 എണ്ണം വെച്ചിട്ടുണ്ട്. പക്ഷെ ശരിക്കും വീഴുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിന്റെ ആക്രമണം ശരിക്കും കുറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. കാര്യം ഇതിനകത്ത് ആ സാധനം കിട്ടുന്നുണ്ട്. മറ്റേ നമ്മൾ തെങ്ങിൻ്റെ വണ്ടയ്ക്ക് കയറി ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ മരുന്ന് ഒഴിക്കണം. ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം. ഇപ്പോൾ ഈ ചൂട് സമയമാകുമ്പം വെള്ളം പറ്റാൻ നോക്കണം. വെള്ളം ഇത് പിന്നെ കയറിപ്പോവും. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷത പൂർണ്ണമായും ജൈവ കൃഷി എന്നതാണ്. തൊഴുത്തുകളിൽ നിന്നെത്തുന്ന ചാണകവും കരിയിലയും ഒക്കെ സമന്വയിപ്പിച്ച് കമ്പോസ്റ്റ് നിർമ്മിച്ചാണ് വിളകൾക്ക് നൽകുന്നത്. ഇത് ജൈവവളമാണ്. നമ്മൾ ഇവിടെ രാസവളമൊന്നും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ കൃഷിക്കും തെങ്ങായാലും കവുങ്ങായാലും പച്ചക്കറി ആയാലും എന്തായാലും ജൈവം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടംപോലെ ഈ കൊന്ന വെച്ചിട്ടുണ്ട് സൈഡിലെല്ലാം. പിന്നെ പച്ചില ഇഷ്ടംപോലെ ഇട്ടല്ലോ. അപ്പോൾ ഒരു ലെയർ ആദ്യം പച്ചില ഇട്ടിട്ട് അതിൻ്റെ മേളിലായിട്ട് ചാണകവും, അതിൻ്റെ മേളിൽ പിന്നെയും ഒരടി കഴിഞ്ഞിട്ട് വീണ്ടും പച്ചില ഇടും. ഇട്ടതിന് ശേഷം കോഴിവളം, അതും അടുത്ത ലെയർ പച്ചില ഇട്ടതിന് ശേഷം ആട്ടിൻ കാഷ്ടം, അങ്ങനെ ഇട്ടിട്ടാണ് നമ്മളിത് കമ്പോസ്റ്റ് ആക്കുന്നത്. ഇതിപ്പം മൂടിയിടും. ഇതിപ്പം പുതുതായിട്ട് കൊണ്ടിട്ടതേ ഉള്ളൂ. ഒരു 5-6 മാസം കൊണ്ട് നല്ല കമ്പോസ്റ്റ് ആവും. ഇപ്പം ഇതിനായി തുടങ്ങണ്ട, സ്മെല്ലൊന്നും ഇല്ലല്ലോ. കോഴിക്കാട്ടത്തിൻ്റെയോ ചാണകത്തിൻ്റെയോ ഒന്നും സ്മെല്ലില്ലല്ലോ. നല്ല വളമാണ്. ഇനി നമ്മൾ തെല്ലുപൊടിയും വേപ്പും പിണ്ണ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ NPK വളമായി. വേറെ ഒരു രാസവളം ഇടേണ്ട കാര്യമില്ല. നമ്മുടെ പച്ചക്കറിക്കാണെങ്കിലും ഈ പുല്ലിനാണേലും എല്ലാം ഈ വളം തന്നെയാണ് ഇടുന്നത്. ഇത് ഒരു കമുക് തോട്ടമാണ്. അതിനകത്ത് കൂടുതലായിട്ടുള്ളത് ഇൻ്റർസീമങ്ങളെയാണ്. പിന്നെ കാസർഗോഡുണ്ട്, മോഹിനൂറുണ്ട്. ഇതൊരു 3 വർഷം 4 വർഷമായാണ് ഇവിടെ കൂടുതലുള്ളത്. ഇപ്പോൾ ഇതെല്ലാം എടുത്ത് പോയതാണ്. നമ്മളൊരു വർഷത്തേക്ക് അങ്ങ് ഒന്നിച്ച് കൊടുക്കുകയെ. അപ്പോൾ ഇപ്രാവശ്യത്തെ എല്ലാം കഴിഞ്ഞു. അത് ഡിസംബറോടുകൂടി എല്ലാവരും പറിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആയി വരണം. അടുത്ത ഓഗസ്റ്റ് തൊട്ടാണ് ശരിക്കും നമ്മൾ ഇവിടെ എടുത്ത് തുടങ്ങുന്നത്. ഇപ്പം ലാഭമാണ്. മാർക്കറ്റിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ല വിലയുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല വില കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ തന്നെ നല്ല വിത്തുകൾ നോക്കിയിട്ട് നമ്മളതിനെ പാകി കിളിപ്പിച്ചിട്ട് ഒരു 1.5 അടിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ അടുത്തടുത്ത് ഇത് അടുപ്പിച്ച് പോകുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അടുപ്പിച്ച് നട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഇതിപ്പോൾ നമ്മൾ 3 ലക്ഷം രൂപയ്ക്ക് ഈ വർഷം ഒന്നിച്ച് മുറിഞ്ഞു കൊടുക്കും. ഇവിടെ മുറിഞ്ഞു കൊടുക്കാമെന്ന് പറയാം. എന്ന് വെച്ചാൽ മൊത്തത്തിൽ കൊടുത്തു. നമുക്ക് ഈ അടക്കയിൽ ഏറ്റവും നല്ല കൃഷി ചെയ്തപ്പോൾ ഏറ്റവും നല്ലതായിട്ട് തോന്നിയതോ? എനിക്ക് ഇൻറ്റൻസീമങ്ങളെയാണ് ഏറ്റവും നല്ലതായിട്ട് പെട്ടെന്ന് ഉണ്ടാകുന്നതും കൂടുതൽ ഉള്ളത്. അത് ഓരോ സ്ഥലത്തെ ആ ഭൂപ്രകൃതി അനുസരിച്ചൊക്കെയാണ് ശരിക്കും
എന്തായാലും വളം കൊടുക്കുന്ന പോലെ അത് പരിഹരിക്കുന്ന പോലെ ഇരിക്കും. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ആദായം കിട്ടിയത് അല്ലേ? അടയ്ക്കാന്നാണ് ഇപ്രാവശ്യമൊക്കെ കിട്ടിയത്. അല്ല, ഇൻഡസ്ട്രി മംഗളിൽ നിന്നാണ്. ഈ ഒരു ഭാഗം ജാതിയാണ്. ജാതി നമ്മൾ സ്ഥലം മേടിച്ചപ്പോഴുള്ള ജാതികളൊക്കെയാണ്. ഇപ്രാവശ്യം വളരെ കുറവായിട്ടാണ് എല്ലാവരും കായ്പിടുത്തമുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നല്ലപോലെ ഉണ്ടായിരുന്നു. ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്രാവശ്യം ഇങ്ങനെ വന്നിരിക്കുന്നത്. നമുക്ക് നനയ്ക്കോ കുറവോ വെള്ളത്തിന് കുറവൊന്നുമില്ല. കാര്യം കനാലിൽ നിന്നായാലും ഇഷ്ടം പോലെ വെള്ളം കിട്ടും. ആ വെള്ളമൊക്കെ താഴെ തന്നെ ഒഴുകി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കനാൽ തുറക്കും. വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല. പക്ഷേ ഇപ്രാവശ്യം എന്തോ വളരെ കുറച്ചേ മാത്രമേ കായ്പിടിച്ചിട്ടുള്ളൂ. കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് തോന്നുന്നു. നാടൻ ജാതിയാണത്. ഇത് അവർ വെച്ച ജാതിയാണ്. നമ്മളപ്പം മേടിച്ചപ്പോഴേ ഉണ്ട്. നമ്മൾ ലാസ്റ്റ് മേടിച്ച സ്ഥലമാണ് ഇത്. ശരിക്കും പറഞ്ഞത് എന്താണെന്ന് നമുക്കും അറിയത്തില്ല. ഇതാണ് പത്മകുമാർ എന്ന കർഷകന്റെ ചാലക്കുടിയിലെ 20 ഏക്കറോളം വരുന്ന അത്ഭുതങ്ങളുടെ സ്വർഗം. മരുഭൂമിയിലെ സമ്പാദ്യങ്ങളുമായി സ്വന്തം നാട്ടിൽ ബിസിനസ് ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തെ കൈപിടിച്ച് മുൻപോട്ട് നടത്തിയ സ്വർഗം. ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് മനസ്സിൽ ചിന്തിക്കുന്നത് പോലെ പെറ്റമ്മയും പോറ്റുന്ന മണ്ണും ഒരിക്കലും ചതിക്കില്ല എന്ന സത്യമാണ് വീണ്ടും പത്മകുമാർ എന്ന പ്രവാസിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത്. ആ സത്യത്തിൻ്റെ മുഖമാണ് 20 ഏക്കറോളം വരുന്ന ഈ കൃഷിയിടം.